Okay. So, hello guys, welcome to Snacks Gamer and Vlogger. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് വ്ളോഗ് വീഡിയോ ചെയ്യുന്നില്ലല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം 5-6 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. എനിക്ക് സ്കൂളും തുറന്നിട്ടൊന്നുമില്ല. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വൈഫൈ എൻ്റെ പാരൻസ് റീചാർജ് ചെയ്ത് തന്നില്ല. അത് കാരണമാണ് ലേറ്റായത്. അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങാം. ഈ ഗെയിമിൻ്റെ പേരെന്താണ് എന്ന് ഞാൻ ഈ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഈ ഗെയിമിൻ്റെ പേരാണ് ഡ്രൈവ് സോൺ ഓൺലൈൻ. ഇത് ഫുള്ളായിട്ടും ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്തുള്ള ഒരു ഗെയിം ഞാൻ കളിക്കാറില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ കളിക്കണമെന്നുള്ളവർക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നാലും ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ചെറുതായിട്ട് വിൽക്കുന്നതിന് കാരണം 5-6 ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ആദ്യത്തെ കാറ്. അതിൻ്റെ പേര് ടൊയോട്ടയാണ്, പക്ഷേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ടാക്കോട്ട ബെസ്റ്റ് ടൊയോട്ട. നിങ്ങൾ ഇടത്തെ സൈഡിലത്ത് കണ്ടാ ഗൈസ്, ലോഗോ പോലും കറക്റ്റ് അല്ല. ലോഗോ കറക്റ്റ് തന്നെ തോന്നല്ലേ. ഞാൻ ടൊയോട്ടേരൊക്കെ ലോഗോ ഒക്കെ മറന്നു ഗൈസ്. ടൊയോട്ടേര ട്രിയോ തന്നെ ഇടയത്. അത് റിയൽ ലൈഫിൽ വണ്ടി ഉണ്ടാകുമ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ചെറിയ ശബ്ദങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഹാളിൽ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കണം നല്ല ശബ്ദത്തിൽ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. നമുക്ക് പോയാലോ? പ്ലേ. ഇത് വെറും ഒരു ഗെയിമല്ല, ഭയങ്കര സീനാണ് കേട്ടോ. കരിയറുണ്ട്. ഞാൻ ഇതൊന്ന് വായിച്ചു നോക്കിയില്ല കേട്ടോ. നിവൈബി റേസിങ്, ഡ്രിഫ്റ്റിങ് 4 ദിവസവും 17 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ സിർക്കട്ട് റേസിങ്ങാ അതിലാണെന്തോ. സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, റേസിംഗ് ഉണ്ട്, കസ്റ്റം ഗെയിം. സൂപ്പറാ. അപ്പോൾ ഗൈസ്, നമുക്ക് ഓപ്പൺ വേൾഡ് തന്നെ എടുക്കാം. ഞാൻ എടുത്തു. ലോഡിങ്ങല്ലേ, ഇതൊക്കെ റെക്കോർഡാവുന്നുണ്ടല്ലോ. ഗൈസ്, എൻ്റെ മുഖം ഇപ്പോഴും റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. വെബ്കാം ഇപ്പോഴും റെഡിയായില്ല. അതായിട്ട് എന്തായാലും ഞാൻ എൻ്റെ മുഖം എടുത്തുള്ളൂ. പിന്നെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ ഒരു വീഡിയോക്ക് 35 വ്യൂസ് എന്തെങ്കിലും ഉണ്ട്, പക്ഷേ അത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്കില്ല. ഇപ്പോൾ ഉണ്ടാകുന്നോ ഞാൻ നോക്കിയില്ല. പക്ഷേ പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തു, നേരത്തെ എടുത്തായിരുന്നു കേട്ടോ. ഇത് മുടിഞ്ഞ സ്പീഡുള്ള വണ്ടിയാണ്. ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റോക്കറ്റാ ഡ്രിഫ്റ്റ്. ഇതൊരു ഡ്രിഫ്റ്റിംഗ് ഗെയിമാണ്, അതുകൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ വണ്ടി 100-150 കയറും കേട്ടോ. 150 അല്ലേ, 200 ഡ്രിഫ്റ്റ് കിട്ടാ. ഇടിച്ചില്ല കണ്ട എങ്ങനെയുണ്ട്. ഡ്രിഫ്റ്റ് എങ്ങനെയുണ്ട് ഗൈസ്? യൂ ടേൺ, അതും ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട്. അടുത്ത ഡ്രിഫ്റ്റ് എൻ്റെ അമ്മ അതിടിച്ചേട്ടാ. ബസ്സല്ലേ ലോറി. ഗൈസ്, നിങ്ങൾക്കത് കേൾക്കാമല്ലോ അല്ലേ? ഞാൻ പറയുന്നതെല്ലാം കേൾക്കാമെന്നാണ് ഞാൻ ചോദിച്ചത്. ദൈവമേ, ഹോണ്ട സിവിക്ക ഗെയിമുണ്ട്. ഇത് കിലോമീറ്റർ per hour ആണോ MPH ആണോ? മൈൽസ് per hour ആണോ? കിലോമീറ്റർ per hour. റെഡ് ലൈൻ RPM. നല്ലോട്ട് ശ്രദ്ധിച്ചാ RPM മീറ്ററിൽ. ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യണേ. ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡ്രിഫ്റ്റ് എവിടേക്ക് കയറി പോണടാ. ഇന്നപ്പടി ഇങ്ങനെയുണ്ട് ഗൈസ്. ഇവിടെ നിന്നൊരു ചാട്ടം. ഹല്ലേലൂയ, സ്തോത്രം.
രക്ഷപ്പെട്ടു. ഇവിടെ നിന്ന് പറപ്പിച്ച് കയറ്റം വിട്ട് നോക്കട്ടെ എവിടെ കൂടെയൊക്കെയാണെന്നോ ഞാൻ കയറി പറഞ്ഞത്. ലവന്മാർ ഇതായിരിക്കും ഡ്രിഫ്റ്റ് യൂട്ടേൺ. ഞാൻ ചാടാൻ പറ്റും ഇവിടെ നിന്നൊരു ചാട്ടം. സോറി അണ്ണാ, ഇങ്ങോട്ടേ വരണമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഗൈസ് ഞാൻ വീണ്ടും വന്നു. പ്രശ്നം വാവ ഡോർ എടുത്ത് തട്ടിയായിരുന്നു. നമ്മളിപ്പോൾ വീണ്ടും വന്നു. ഓക്കെ ഗൈസ്, നിങ്ങൾ മിക്ക ആൾക്കാർ ഇപ്പോൾ ചോദിക്കും ഇത് ഓപ്പൺ വേൾഡ് ഗെയിമാണെന്ന്. ഇത് ഓപ്പൺ വേൾഡ് ഗെയിം തന്നെയാണ്. കാണിച്ചു തരാം. കണ്ടാ നമ്മുടെ അണ്ണ വണ്ടി നീളി ഇറങ്ങി. എന്നാൽ അത് നമ്മൾ വേറെ വണ്ടി എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ശരി, ചാടാൻ പറ്റൂടി ഉള്ളേ സീൻ. സീനല്ലേ. ഫോൺ കിട്ടും കേട്ടോ ഈ ഗെയിമിൽ. ഷോപ്പ്, ഇൻവെൻട്രി, സ്പീഡ്, ഡ്രോണൊക്കെ ഉണ്ട്. യെസ്, ഇപ്പോൾ ഡ്രോൺ വ്യൂ ആണേ ഗൈസ്. പോകണമേ. ഇവിടെ അതൊന്നും തോന്നുന്നു. ഇവിടെ അണ്ണയുണ്ട്. ഇവിടെ അണ്ണനെ കാണാനില്ല. ആ എത്ര ദൂരം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. കിടുക്ക് ഡ്രോൺ അണ്ണെന്തോ തിരിച്ചു വരുന്നുണ്ട്. എണ്ണം വന്നേ എണ്ണ. ഡ്രോൺ ഇപ്പം തറയിലാണ് ഗൈസ്. എണ്ണം വന്നേ കണ്ടല്ലേ. എപ്പോഴെപ്പോഴെപ്പോഴല്ല എപ്പോഴേ എണ്ണം വന്നില്ലേ. എണ്ണം വന്നു. ഞാൻ വീണ്ടും ആക്കുന്നു. അപ്പോൾ ഡ്രോൺ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ പാസീവ് മോഡാ എന്തിരി? പാസീവ് മോഡ് ഈസ് എനേബിൾ എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പാസീവ് മോഡെന്ന് വെച്ചാൽ എന്താണ്? അതൊന്നും ഞാൻ ചെക്ക് ചെയ്ത് നോക്കില്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ കയറാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണ്. പിന്നെ എന്താ യു ഗോട്ട് മെസ്സേജ് ഇനി കലി പറഞ്ഞു ഒട്ടി പറയല്ല. എടുത്തോട്ട് പോടേ ഇങ്ങോട്ട്. സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഫോണിൽ സെറ്റിങ് എടുക്കല്ലേ. പിന്നെ മാപ്പ് ഉണ്ട്. ഇതെന്തേ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? യു ഹാവ് നോ ഫ്രണ്ട്സ് യെറ്റ്. കൊള്ളാം. നമ്മുടെ ടാസ്ക് HUD ഇതാണോ എന്തോ അതൊക്കെ. ഇതൊന്നും ഞാൻ ചെക്ക് നോക്കിയിട്ടില്ല കേട്ടോ. നമുക്കൊരു കസ്റ്റം ഗെയിം നോക്കല്ലേ. കണക്റ്റ് ഇതൊക്കെ എന്തൊരു സെറ്റപ്പാണോ എന്തോ. നമുക്ക് എന്തായാലും വണ്ടി കയറി ഓടിക്കാം. ഞാൻ എന്തായാലും ഫ്രീ മോഡലിൽ എടുത്തു. വണ്ടിയിൽ എടേ നമ്മൾ തള്ളിയ വണ്ടി നീങ്ങിപ്പോകൂ. അത്രയ്ക്ക് ശക്തി വേണടാ നീ. കണ്ട വണ്ടി താനെ നീങ്ങിപ്പോകും. കിടക്കണ്ടില്ലേ. ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കും. ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കേൾക്കാനല്ലേ. ദൈവമേ എന്തോ ആയും. ഗെറ്റ് 10K ഡ്രിഫ്റ്റിംഗ് പോയിന്റ്. ഞാൻ ഡ്രിഫ്റ്റ് ചെയ്തില്ല. ഓക്കെ ലെവലപ്പായി ഗൈസ്. ലെവൽ 5. എന്തിനാണ് സ്പോയിലറാ? എടേ സ്പോയിലർ. എടാ വണ്ടിക്ക് സ്പോയിലർ അങ്ങനല്ല. സ്പോയിലർ വണ്ടിക്കകത്ത് അല്ല വന്നല്ലേ സ്പോയിലർ. ഗൈസ് നമുക്കൊന്ന് ഗ്യാരേജിൽ പോയി നോക്കിയാണേ. ഫോണിൽ തന്നെ ഗ്യാരേജ് ഉണ്ട്. യെസ്
ഗ്യാരേജിൽ പോയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും. എൻ്റെ അമ്മ ഡ്രൈവ് സോൺ ഓൺലൈൻ പൊളായി ഗൈസ്. പിന്നെ നമ്മുടെ ഡ്യൂഡ് തെഫ്റ്റ് വാറിൻ്റെ ഗെയിം വരുന്നുണ്ട്. അതിപ്പോൾ എന്താണെന്നോ ഒരുമാതിരി ഹാക്കായതുപോലെ നിൽക്കുന്നു. എന്തരാണെന്തോ പ്രശ്നം. എന്തായാലും വരും, നിങ്ങളാരും പേടിക്കണ്ട, എന്തായാലും വന്നിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റിവാർഡ്. കൊള്ളാം ഗായ്സ്. നമുക്ക് ട്യൂണിങ് എന്തിടാ, ബോഡിയിൽ എന്തൊക്കെ പരിപാടി വന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്തില്ല. ഇവിടെ സ്പോയിലർ മാറ്റാൻ പറ്റുമോ? സ്പോയിലർ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വയ്ക്കണോ? അയ്യേ, അപ്പോൾ തന്നെ സ്പോയിലർ ഞാൻ വെച്ചു. വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോടെ? അയ്യോ സോറി, ഈ മാളി പേരിടേ. ഫുഡൊന്നും വന്നിട്ടില്ല. ഇവിടെ വന്നു. ഓക്കെ, അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതെന്തൊരു സാധനം? ഇതൊക്കെ എന്തോന്നടേ എൻ്റെ അമ്മ. സ്പോയിലർ ഓൾറെഡി ഞാൻ വച്ചു. ഇൻസ്റ്റാൾ കൊടുക്കണോ? ശരി. ഫുഡൊന്നും വന്നിട്ടില്ല. ഓക്കെ, അത് ഓൾറെഡി ഞാൻ വെച്ചു. ഫ്രണ്ട് ബമ്പർ. ഓക്കെ ഗൈസ്, ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ പിടിച്ച് വിറ്റിട്ടുണ്ട്. വണ്ടിയില്ലേ എൻ്റെ അമ്മേ. അപ്ഗ്രൈഡ് ഉണ്ടല്ലേ ഇവിടെ. ഇന്ത്യക്കാ ഫ്രണ്ട് ചേംബർ എന്ന് പറഞ്ഞാൽ എന്തോ ഫ്രണ്ട്. ഇവിടെ ഇതൊക്കെ മാറാ എന്തരീ ഗൈസ്. നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ, എൻ്റെ ഭാവേണ്. നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട. ഇവിടെ വണ്ടി പൊങ്ങു. കൺഫേം സ്പെൻഡ് പൈസ എന്നാണ്ട് ഗൈസ്. നിങ്ങൾ ഡോറിൽ തരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം, എൻ്റെ ഭാവിയാണ്. പിന്നെ പെർഫോമൻസ് ഇത് ഞാൻ മാറ്റിയില്ലല്ലേ, ഇൻസ്റ്റാൾ ചെയ്ത്. ഓക്കെ, ഇവിടെ ആക്സില്, ബ്രേക്ക്, ECU, പിസ്റ്റൺ, എൻജിൻ. എൻ്റെ അമ്മ എന്തോന്നല്ലേ ടർബോ ചാർജർ വന്നു എനിക്ക് ഇല്ലല്ലേ. എക്സോസ്റ്റ് ഡ്യൂല് വന്നിട്ടില്ല. ഇൻറ്റേക്ക് അതും വന്നിട്ടില്ല. ഇവിടെ റേഡിയേറ്റർ ഒക്കെ ഉണ്ടോ? റേഡിയേറ്റർ എല്ലാം തോന്നുന്നു. ടർബോ ചാർജിൻ്റെ കൂളൻ സിസ്റ്റം ആണെന്ന് തോന്നുന്നു. ക്ലച്ച്. എൻ്റെ അമ്മേ തോന്നടേ. ഗിയർ ബോക്സ് അത് വന്നിട്ടില്ലല്ലേ. ചുമ്മാ അല്ല എനിക്ക് കൈ കൊണ്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. ആക്സിൽ, ഏത് ആക്സിൽ വേണമെന്ന്. ഡിഫറൻഷ്യൽ ഷാഫ്റ്റ് അല്ല, അത് ഡിഫറൻഷ്യലാണത്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ റിസർച്ച് നടത്തിയിട്ടാണോ സംസാരിക്കുന്നതെന്ന്. അല്ല, ഇതെല്ലാം എനിക്ക് സ്വന്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ പപ്പ മുമ്പൊരു വർക്ക്ഷോപ്പിലത്തെ ആളായിരുന്നു. അത് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സസ്പെൻഷൻ ഫ്രണ്ട് ആക്സിൽ ഹൈറ്റ് അത് മാറ്റാൻ പറ്റുമോ? അത് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫ്രണ്ട് ആക്സിലിൻ്റെ ഹൈറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. കൂട്ടത്തിൽ റിയർ ആക്സിലിൻ്റെ ഹൈറ്റ് 1. ഓക്കെ, അത് ഞാൻ മാറ്റി. ഇത് രണ്ടും കൂടെ പൊങ്ങിയാടേ, എനിക്ക് ഡൗട്ട്. ഓക്കെ, ഇനിയൊന്നുമില്ല. അപ്പം കഴിഞ്ഞു. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ മോഡിഫിക്കേഷൻസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാല്ലേ? ഓപ്പൺ വേൾഡ് അത് പോയാലേ വേണ്ടു. ലോഡേ കഴിയടേ. വൈഫൈ വിമാനമാണല്ലോ ഗൈസ്. ഇതേപോലത്തെ കാർ ഗെയിം, റേസിംഗ് ഗെയിമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്തു കേട്ടോ. എന്തായാലും കളിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഗെയിം ഞാൻ എന്തായാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. എടുത്തോ. കിടുക്ക് ഗെയിമാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നല്ല നെറ്റ് വേണം കേട്ടോ. ഞാൻ വൈഫൈ ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തത്. ഇപ്പോൾ ഞാൻ മേളിലോട്ട് വന്നപ്പോൾ വൈഫൈ താഴെയാണ് ഇരിക്കുന്നത്. അതാണ് ഈ ലോഡിങ് ഇച്ചിരി സ്ലോ ആയത്. അല്ലെങ്കിൽ പട്ടേന്ന് വന്നതായിരുന്നു. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണേ. കാരണം അത് ലോഡാവുന്നില്ല. എന്തോ ഇതൊന്ന് വൈഫൈയുടെ പ്രശ്നം തന്നെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. എന്നാലേ ഞാൻ ഓരോ ദിവസം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നതായിരിക്കും.
അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് വരാം. ഗൈസ് നിങ്ങളെ അത് സബ്സ്ക്രൈബ് ചെയ്തോട്ടാ, അല്ലെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഓരോ ടൈം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരില്ല. അപ്പം ആ ബെല്ലൈക്കൺ ഞെക്കി ആളാക്കി വെച്ചിരുന്ന ഏത് വീഡിയോ ഇട്ടാലും അത് നിങ്ങൾക്ക് പട്ടേന്ന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഗുഡ് ബൈ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, ഞാൻ പോകണം.